പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത PV. മതസംവരണം വേണ്ട, സുപ്രീം കോടതി. ന്യൂഡൽഹി. മത അടിസ്ഥാനത്തിൽ സംവരണം നൽകാനാകില്ലെന്ന് സുപ്രീം കോടതി. മുസ്ലിം സമുദായത്തിൽപ്പെട്ട 77 വിഭാഗങ്ങളെ ഇതര പിന്നോക്ക വിഭാഗത്തിൽപ്പെടുത്തി സംവരണം നൽകിയ ബംഗാൾ സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ മമതാ സർക്കാർ നൽകിയ അപ്പീലിലാണ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ സുപ്രധാന വാക്കാലുള്ള നിരീക്ഷണം. മതസംവരണം ഭരണഘടനാ വിരുദ്ധമായതിനാലാണ് ബംഗാൾ സർക്കാർ നടപടി നേരത്തെ ഹൈക്കോടതി റദ്ദാക്കിയത്. എന്നാൽ ബംഗാൾ സർക്കാർ അവരെ മുസ്ലിങ്ങളായി കണ്ടല്ല സംവരണം നൽകിയതെന്ന് സർക്കാരിനു വേണ്ടി ഹാജരായ കപിൽ സിബൽ സുപ്രീം കോടതിയിൽ വാദിച്ചു. ബംഗാളിൽ 27 മുതൽ 28% വരെ ന്യൂനപക്ഷമുണ്ടെന്നും അവരുടെ പിന്നോക്കാടിസ്ഥാനത്തിലാണ് സംവരണമെന്നും സിബൽ പറഞ്ഞു. മുസ്ലിങ്ങൾക്ക് 10% സംവരണം നൽകാൻ രംഗനാഥൻ കമ്മീഷൻ ശുപാർശയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹിന്ദുക്കളിലെ 66 വിഭാഗങ്ങൾ പിന്നാക്കമാണ്. ഈ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് ആലോചിച്ചു. അപ്പോൾ പിന്നാക്ക കമ്മീഷൻ ഇടപെടുകയും മുസ്ലിങ്ങളിലെ 77 സമുദായങ്ങളെ ഇതര പിന്നാക്കക്കാരുടെ ലിസ്റ്റിൽ പെടുത്തുകയുമായിരുന്നു. ഈ നടപടി ഹൈക്കോടതി റദ്ദാക്കിയതോടെ 12 ലക്ഷം പേരുടെ OBC സർട്ടിഫിക്കറ്റ് റദ്ദായെന്നും സിബൽ തുടർന്നു. അപ്പോഴാണ് മത അടിസ്ഥാനത്തിൽ സംവരണം നൽകാനാകില്ലെന്ന് ജസ്റ്റിസ് BR ഗവായ് പറഞ്ഞത്. ആന്ധ്ര സർക്കാർ മുസ്ലിങ്ങളിലെ ചില വിഭാഗങ്ങൾക്കു സംവരണം നൽകിയത് ഹൈക്കോടതി റദ്ദാക്കുകയും അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് സിബൽ ചൂണ്ടിക്കാട്ടി. പിന്നാക്ക കമ്മീഷനെ മറികടന്നും ഒരു സ്ഥിതി വിവരണ കണക്കും ശേഖരിക്കാതെയുമാണ് ബംഗാൾ സർക്കാർ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകിയതെന്ന് ഹർജിക്കാർക്കു വേണ്ടി ഹാജരായ PS പട്വാലിയ പറഞ്ഞു. മുസ്ലിങ്ങളിലെ പിന്നാക്കക്കാർക്ക് സംവരണം നൽകുമെന്ന് 2010 മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചയുടൻ 77 സമുദായങ്ങൾക്കും സംവരണം നൽകുകയായിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേസ് വിശദമായ വാദങ്ങൾക്കു ജനുവരി 7 മാറ്റി. സഞ്ജയ് മൽഹോത്ര RBI ഗവർണർ. ന്യൂഡൽഹി. കേന്ദ്ര റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്ര പുതിയ RBI ഗവർണർ. കേന്ദ്ര മന്ത്രിസഭയുടെ നിയമനകാര്യ സമിതി ശക്തികാന്ത് ദാസിന് പകരമായി സഞ്ജയ് മൽഹോത്രയെ നിയമിച്ച് ഉത്തരവിറക്കി. ദാസിന്റെ കാലാവധി ഇന്ന് പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നിയമനം. 1990 ബാച്ച് രാജസ്ഥാൻ കേഡർ IAS ഉദ്യോഗസ്ഥനാണ് മൽഹോത്ര. IIT കാൺപൂരിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദവുമായി സിവിൽ സർവീസിലെത്തിയ മൽഹോത്ര ഊർജം, ധനകാര്യം, നികുതി, IT, ഖനി തുടങ്ങിയ നിരവധി മന്ത്രാലയങ്ങളിലെ വിവിധ തസ്തികകളിലുള്ള പരിചയ സമ്പത്തുമായാണ് റിസർവ് ബാങ്ക് തലപ്പത്തെത്തുന്നത്. സിറിയയിലെ ഗോലാൻ കുന്നുകൾ ഇസ്രയേൽ പിടിച്ചെടുത്തു. ടെൽ അവീവ്. വിമതർ നിയന്ത്രണം ഏറ്റെടുത്തതിനു പിന്നാലെ സിറിയയിൽ ഇസ്രയേൽ കനത്ത വ്യോമാക്രമണം നടത്തി. ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർക്കുകയും ഗോലാൻ കുന്നുകളിലെ സിറിയൻ നിയന്ത്രിത പ്രദേശം ഇസ്രയേൽ പിടിച്ചെടുക്കുകയും ചെയ്തു. ഗോലാൻ കുന്നുകളിലെ ബഫർ സോൺ നിയന്ത്രണം താൽക്കാലികമായി ഏറ്റെടുത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. വിമതർ രാജ്യം പിടിച്ചടക്കിയതോടെ 1974 സിറിയയുമായുണ്ടാക്കിയ ഉടമ്പടി തകർന്നെന്നു വ്യക്തമാക്കിയാണ് ഇസ്രായേൽ സൈന്യം ഈ പ്രദേശം പിടിച്ചെടുത്തത്. ഗോലാൻ കുന്നുകളുടെ ഇസ്രായേൽ അധിനിവേശ ഭാഗത്തു നിന്ന് ബഫർ സോണിലേക്ക് സമീപത്തുള്ള കമാൻഡിംഗ് പൊസിഷനുകളിലേക്കും പ്രവേശിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയോട് IDIF ഉത്തരവിട്ടെന്നും ഒരു ശത്രുവിനെയും അതിർത്തിയിൽ നിലയുറപ്പിക്കാൻ അനുവദിക്കയില്ലെന്നും നെതന്യാഹു അറിയിച്ചു. നിയന്ത്രണത്തിൽ ആയ ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് IDF നിർദ്ദേശിച്ചു. സിറിയൻ തലസ്ഥാനം ഡമാസ്കസിന് തെക്കു പടിഞ്ഞാറ് 60 കിലോമീറ്റർ അകലെയുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞ പീഠഭൂമിയാണ് ഗോലാൻ കുന്നുകൾ. 1967 ഇസ്രായേൽ ഗോലാൻ കുന്നുകളുടെ ഒരു ഭാഗം പിടിച്ചെടുത്തിരുന്നു. 1981 അത് കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. JC ഡാനിയൽ പുരസ്കാരം ഷാജി N കരുണിന്. തിരുവനന്തപുരം. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ ഷാജി N കരുണിന്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചതാണ് ഇത്. 5 ലക്ഷം രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. TV ചന്ദ്രൻ ചെയർമാനും KS ചിത്ര, വിജയരാഘവൻ എന്നിവർ അംഗങ്ങളും. ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C അജോയ്
മെമ്പർ സെക്രട്ടറിയുമായ സമിതിയാണ് പുരസ്കാരം ജേതാവിനെ തെരഞ്ഞെടുത്തത്. 40ഓളം ചിത്രങ്ങളുടെ ഛായാഗ്രാഹകനായിരുന്നു 1988 പുറത്തിറങ്ങിയ പിറവിയാണ് സംവിധാനം ചെയ്ത ആദ്യ ചിത്രം. പിറവി, സ്വം, വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങളിലൂടെ കാൻ മേളയുടെ ഔദ്യോഗിക വിഭാഗത്തിൽ തുടർച്ചയായ 3 ചിത്രങ്ങൾ തെരഞ്ഞെടുക്കുന്ന അപൂർവം സംവിധായകരിൽ ഒരാളായി 7 ദേശീയ പുരസ്കാരങ്ങളും 7 സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. പത്മശ്രീയും കലാ-സാംസ്കാരിക രംഗത്തെ സംഭാവനയ്ക്കുള്ള ഫ്രഞ്ച് സർക്കാരിന്റെ അന്താരാഷ്ട്ര അംഗീകാരമായ ദ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് എന്നീ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്ന 1646 കിലോമീറ്റർ വേലി കെട്ടിത്തിരിക്കും. ന്യൂഡൽഹി. അതിർത്തി വഴിയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതോടെ മ്യാൻമർ അതിർത്തി വേലി കെട്ടിയടയ്ക്കാനുള്ള നടപടികൾ ഭാരതം ആരംഭിച്ചു. മ്യാൻമറുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന 1646 കിലോമീറ്ററിലാണ് വേലി കെട്ടിത്തിരിക്കുക. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ് BRO നിർമ്മാണ ചുമതല. ആദ്യഘട്ടത്തിൽ അരുണാചൽ പ്രദേശിലെ 83 കിലോമീറ്റർ നീളത്തിലാണ് ഫെൻസിംഗ് നിർമ്മിക്കുക. 10 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. മ്യാൻമറിലൂടെ ഭാരതത്തിലേക്ക് ആയുധക്കടത്തും മയക്കുമരുന്ന് കടത്തും വ്യാപകമാകുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി. ഫെൻസിംഗ് പദ്ധതി വേഗത്തിലാക്കാൻ അടുത്തിടെ ആഭ്യന്തര മന്ത്രാലയം മണിപ്പൂരിനോടും അരുണാചൽ പ്രദേശിനോടും ആവശ്യപ്പെട്ടിരുന്നു. മണിപ്പൂരിൽ വൻ ആയുധ ശേഖരം പിടിച്ചെടുത്തു. ഇംഫാൽ, മണിപ്പൂർ. ആസാം റൈഫിൾസും സൈന്യവും മണിപ്പൂർ പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ മണിപ്പൂരിലെ 3 ജില്ലകളിൽ നിന്ന് ആയുധങ്ങളും വലിയ വെടിമരുന്ന് ശേഖരവും കണ്ടെടുത്തു. മണിപ്പൂർ, കാങ്പോപ്പി, തൗബൽ ജില്ലകളിലാണ് തെരച്ചിൽ നടത്തിയത്. ഒരു സ്നൈപ്പർ റൈഫിൾ, ഒരു ലാത്തോട് തോക്ക്, 5.9 mm പിസ്റ്റളുകൾ, ഒരു SBBL തോക്ക്, 2 762 mm SLR റൈഫിലുകൾ, ഒരു കാർബൈൻ മെഷീൻ ഗൺ, ഒരു ഡബിൾ ബാരൽ റൈഫിൾ, ഒരു 12 ബോർ സിംഗിൾ ബാരൽ ഗൺ എന്നിവ അടക്കമുള്ള ആയുധങ്ങളാണ് പിടിച്ചെടുത്തത്. നിരവധി ലൈവ് ഗ്രനേഡുകളും കണ്ടെടുത്ത ആയുധങ്ങളും വെടിക്കോപ്പുകളും കൂടുതൽ നീക്കം ചെയ്യുന്നതിനായി മണിപ്പൂർ പോലീസിന് കൈമാറിയതായി വക്താവ് പറഞ്ഞു. രാഷ്ട്രീയം കുടുംബ സ്വത്താക്കാൻ അനുവദിക്കില്ല പ്രധാനമന്ത്രി. ന്യൂഡൽഹി. രാഷ്ട്ര നിർമ്മാണത്തിന്റെ എല്ലാ മേഖലകളിലും നേതൃനിരയിലേക്ക് യുവാക്കൾ കടന്നു വരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവജനങ്ങളാണ് രാജ്യത്തെ നയിക്കേണ്ടത്. രാഷ്ട്രീയം കുടുംബ സ്വത്തായി കരുതുന്നവർക്ക് അത് വിട്ടുകൊടുക്കാനാകില്ല, മോദി പറഞ്ഞു. ഗുജറാത്തിൽ ശ്രീരാമകൃഷ്ണ മഠം സംഘടിപ്പിച്ച പരിപാടിയെ വെർച്വലായി അഭിവാദ്യം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് സാങ്കേതിക വിദ്യ അടക്കമുള്ള നൂതന മേഖലകളിൽ യുവാക്കളുടെ പ്രതിഭയാണ് മുന്നേറ്റം സൃഷ്ടിക്കുന്നത്. ഈ മുന്നേറ്റം രാഷ്ട്രീയത്തിലും ഉണ്ടാകണം. രാഷ്ട്രീയം കുടുംബ സ്വത്തായി കരുതുന്നവർക്ക് അത് വിട്ടുകൊടുക്കാനാവില്ല. അതുകൊണ്ടാണ് 2025 ഞങ്ങൾ ഒരു പുതിയ തുടക്കം കുറിക്കാൻ പോകുന്നത്, മോദി പറഞ്ഞു. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 ഡൽഹിയിൽ യുവ നേതാക്കളുടെ സംവാദം സംഘടിപ്പിക്കും. ഇതിൽ രാജ്യത്തുടനീളം തെരഞ്ഞെടുത്ത 2000 യുവാക്കളെ ക്ഷണിക്കും. വികസിത ഭാരതം എന്ന പ്രമേയം യുവാക്കളുടെ വീക്ഷണകോണിൽ നിന്ന് ചർച്ച ചെയ്യും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വാമി വിവേകാനന്ദനെ പോലെ ഒരു മഹാനായ സന്യാസിയുടെ അനന്തമായ ഊർജത്തിൽ നിന്നാണ് രാമകൃഷ്ണ മഠം എന്ന വൃക്ഷം ഉയർത്തിയത്. അത് ലോകമാകെയുള്ള യുവാക്കൾക്ക് പ്രേരണയാണ്. രാജ്യം അമൃതകാലത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. വികസിത ഭാരതം എന്ന പ്രതിജ്ഞ നമ്മൾ ഏറ്റെടുത്തു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിറവേറ്റേണ്ടതുണ്ട്, മോദി ഓർമ്മിപ്പിച്ചു. ഉപതെരഞ്ഞെടുപ്പ്. രേഖാ ശർമ്മ രാജ്യസഭയിലേക്ക്. ന്യൂഡൽഹി. രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശ്, ഹരിയാന, ഒഡീഷ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖാ ശർമ്മ ഹരിയാന, മുൻ രാജ്യസഭാ MPമാരായ രാഗ കൃഷ്ണയ്യ ആന്ധ്രാപ്രദേശ്, സുജിത് കുമാർ ഒഡീഷ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. 20-നാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ MP ആയിരുന്ന കൃഷൻ ലാൽ പൻവാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും നയാബ് സിംഗ് സൈനി മന്ത്രിസഭയിൽ അംഗമാവുകയും ചെയ്തതോടെയാണ് ഹരിയാനയിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. YSR CP MP ആയിരുന്ന രാഗ കൃഷ്ണയ്യ, BJD MP ആയിരുന്ന സുജിത് കുമാർ എന്നിവർ രാജിവെച്ച് BJPയിൽ ചേർന്നതോടെയാണ് ഇവിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്.
പൊതു സിവിൽ നിയമം നടപ്പാകും. ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ്. പ്രയാഗ്രാജ്. പൊതു സിവിൽ നിയമം എല്ലാവർക്കും വേണ്ടിയാണെന്നും അത് രാജ്യത്ത് തീർച്ചയായും നടപ്പാക്കുമെന്നും അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ്. ഏകീകൃത സിവിൽ കോഡ് ഭരണഘടനാപരമായ ആവശ്യകത എന്ന വിഷയത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമങ്ങൾ അനുസരിച്ചാണ് ഭാരതം പ്രവർത്തിക്കുന്നത്. ഏക സിവിൽ കോഡ് ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ജനങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം എല്ലാവർക്കും വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. രാജ്യത്തെ പരമോന്നത കോടതിയും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. തൊട്ടുകൂടായ്മ, സതി, ജൗഹർ തുടങ്ങിയ ആചാരങ്ങൾ ഹിന്ദു സമൂഹത്തിൽ നിർത്തലാക്കി. എന്നാൽ മുസ്ലിം സമുദായം ഇപ്പോഴും ഒന്നിലധികം സ്ത്രീകളെ ഭാര്യമാരാക്കുന്നത് ആചാരമായി കാണുകയാണ്. ജസ്റ്റിസ് ശേഖർ കുമാർ കുറ്റപ്പെടുത്തി. ഹിന്ദു സമൂഹം നിരവധി പഴയ ആചാരങ്ങളിൽ നിന്ന് മുക്തി നേടി. തെറ്റുകൾ അംഗീകരിക്കുന്നതിലും കാലത്തിനനുസരിച്ച് തിരുത്തുന്നതിലും തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മോട്ടോർ വാഹന നിയമങ്ങളിൽ മാറ്റം. ഏത് RTOയിലും രജിസ്റ്റർ ചെയ്യാം. തിരുവനന്തപുരം. സംസ്ഥാനത്ത് എവിടെ താമസിക്കുന്ന ആൾക്കും ഏത് RTO ഓഫീസിലും വാഹനം രജിസ്റ്റർ ചെയ്യാനാകും വിധം മോട്ടോർ വാഹന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. ഉടമ താമസിക്കുന്ന പരിധിയിലുള്ള RTOയിൽ മാത്രമേ വാഹനം രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ എന്ന നിയമമാണ് മാറ്റിയത്. പുതിയ ഉത്തരവനുസരിച്ച് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തും. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം. നേരത്തെ സ്ഥിരമായ മേൽവിലാസമുള്ള രേഖയിലെ RTO ഓഫീസിൽ മാത്രമായിരുന്നു വാഹനം രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചിരുന്നത്. പുതിയ ഭേദഗതി നിർദ്ദേശം നടപ്പായാൽ വാഹന ഉടമയ്ക്ക് അനുയോജ്യമായ രജിസ്ട്രേഷൻ നമ്പർ സീരീസ് തെരഞ്ഞെടുക്കാനും സാധിക്കും. തൊഴിൽ, ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കായി ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറുന്നവർക്ക് ഏറെ പ്രയോജനകരമാണ് പുതിയ നീക്കം. സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത്. തിരുവനന്തപുരം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ വേദികളിലായി നടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കലോത്സവത്തിൽ ആദ്യമായി ഗോത്ര നൃത്ത വിഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മംഗലം കളി, ഇരുള നൃത്തം, പണിയ നൃത്തം, മലപുലയ ആട്ടം, പളിയ നൃത്തം എന്നിവയാണ് പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗോത്ര നൃത്ത കലകൾ. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 101, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് 110, സംസ്കൃതോത്സവത്തിൽ 19, അറബിക് കലോത്സവത്തിൽ 19 ഇനങ്ങളിൽ ആകെ 249 മത്സരങ്ങളാണുള്ളത്. കലോത്സവത്തിന്റെ പ്രധാന വേദിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയമാണ്. ഭക്ഷണ വിതരണത്തിനായി പുത്തരിക്കണ്ടം മൈതാനവും. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ രീതി മാറ്റും. ഗതാഗത കമ്മീഷണർ. ആലപ്പുഴ. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ രീതി മാറ്റുന്നത് പരിഗണനയിലാണെന്ന് ഗതാഗത കമ്മീഷണർ CH നാഗരാജു പറഞ്ഞു. ലേണേഴ്സ് കഴിഞ്ഞ് പ്രധാനമന്ത്രി ആവാസ് യോജന. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് 452 വീടുകൾ കൂടി. മലപ്പുറം. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ വിഭാഗത്തിൽ ഉൾപ്പെട്ട് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ പുതുതായി 452 വീടുകൾ നിർമ്മിക്കും. വീട് ഒന്നിന് 4 ലക്ഷം രൂപയുടെ ധനസഹായമാണ് ഗുണഭോക്താവിന് ലഭിക്കുക. പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ സംഗമം ഇന്നലെ നടന്നു. 2018 സാമ്പത്തിക സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്കിൽ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് സ്വന്തമായി വീടില്ലാത്ത 137 പേരെയാണ് ഗുണഭോക്താക്കളായി തെരഞ്ഞെടുത്തത്. ലിസ്റ്റിലുള്ള 44 പേർക്ക് സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞില്ല. ഇവർക്ക് ആവശ്യമായ സ്ഥലം ലഭ്യമാക്കുവാൻ സേവന സംഘടനകളും പൊതുജനങ്ങളും രംഗത്ത് വരണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കാരാട്ട് അഭ്യർത്ഥിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 1,20,000 രൂപ വീതവും ബ്ലോക്ക് പഞ്ചായത്ത് 1,12,000 രൂപയും, ജില്ലാ പഞ്ചായത്ത് 98,000 രൂപയും, ഗ്രാമപഞ്ചായത്ത് 70,000 രൂപയുമാണ് വിഹിതമായി നൽകുക. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 6 പഞ്ചായത്തുകളിലെ ഗുണഭോക്താക്കൾക്കാണ് പദ്ധതിയുടെ ഭാഗമായി സ്വന്തമായി വീട് ലഭിക്കുക. ആനക്കയം 73, കോഡൂർ 50, മൊറയൂർ 96, ഒതുക്കുങ്ങൽ 107, പൊന്മള 36, പൂക്കോട്ടൂർ 90 എന്നിങ്ങനെയാണ് ഗുണഭോക്താക്കളുടെ ലിസ്റ്റ്. വീട് നിർമ്മാണ പദ്ധതിയിൽ തെരഞ്ഞെടുത്ത ഗുണഭോക്താക്കളുടെ സംഗമം വൈസ് പ്രസിഡന്റ് റെജുല പെലത്തൊടി ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധം. കോഴിക്കോട്.
യൂണിറ്റിന് 16 പൈസ കൂടിയതടക്കം അഞ്ചാമത്തെ തവണയും വൈദ്യുതി ചാർജ് കൂട്ടിയ ജനദ്രോഹ നടപടിക്കെതിരെ BJP പ്രതിഷേധം. നടക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കാവ് കേളപ്പജി പാർക്ക് പരിസരത്ത് നിന്ന് വെള്ളയിൽ വൈദ്യുതി ഭവനിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി പ്രശോഭ് കോട്ടൂളി ഉദ്ഘാടനം ചെയ്തു. നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് K. ഷൈബു അധ്യക്ഷനായി. സംസ്ഥാന സമിതി അംഗം P. രമണിഭായ്, ജില്ലാ സെക്രട്ടറിയും കൗൺസിലറുമായ അനുരാധ തായ്യാട്ട്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ NP പ്രകാശൻ, പ്രവീൺ തളിയിൽ, സെക്രട്ടറിമാരായ മധു കാട്ടുവയൽ, PK മാലിനി, വർഷ അർജുൻ, P. ശിവദാസൻ, TP സുനിൽ രാജ്, മധു കാമ്പുറം എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ BJP നല്ലണം ഏരിയ കമ്മിറ്റി അരിക്കാട് വൈദ്യുതി ബോർഡ് സെക്ഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് നാരങ്ങേല ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. C. സാബുലാൽ അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി ഷിംജീഷ് പാറപ്പുറം, KJ കുമാർ, സജീഷ് കട്ടുങ്ങൽ, സബീഷ്, ഷിത്തു ആളത്ത്, അനൂപ്, ലളിത പട്ടേരി എന്നിവർ സംസാരിച്ചു. നരിക്കുനി വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ നടന്ന നൈറ്റ് മാർച്ച് BJP മേഖലാ അധ്യക്ഷൻ TP ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നരിക്കുനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് KSEB പരിസരത്ത് അവസാനിച്ചു. മണ്ഡലം പ്രസിഡന്റ് മനോജ് നടുക്കണ്ടി, രവി V, ബിജു പടിപ്പുരയ്ക്കൽ, രാജേഷ് PC, സുനിൽ PM, ലതീഷ് നടുക്കണ്ടി, രാജൻ വിപിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫോട്ടോ ജേർണലിസം കോഴ്സിലേക്ക് അപേക്ഷിക്കാം. കൽപ്പറ്റ കേരള മീഡിയ അക്കാദമി കൊച്ചി, തിരുവനന്തപുരം സെന്ററുകളിൽ ഫോട്ടോ ജേർണലിസം കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 3 മാസമാണ് കോഴ്സിന്റെ കാലാവധി. ഓരോ സെന്ററിലും 25 സീറ്റുകളുണ്ട്. സർക്കാർ അംഗീകാരമുള്ള കോഴ്സിന് 25,000 രൂപയാണ് ഫീസ്. താൽപ്പര്യമുള്ളവർ ഡിസംബർ 16-നകം www.keralaMediaacademy.org അപേക്ഷ നൽകണം. സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. കായികം ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് കേരളത്തിന് 5 മെഡൽ കൂടി. ഭുവനേശ്വർ 39ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സിന്റെ 3ാം ദിനം കേരളത്തിന് 1 സ്വർണമടക്കം 5 മെഡൽ. സ്വർണത്തിന് പുറമെ 1 വെള്ളിയും 3 വെങ്കലവുമാണ് കേരള താരങ്ങൾ സ്വന്തമാക്കിയത്. അണ്ടർ 18 ആൺകുട്ടികളുടെ 110 മീറ്റർ ഹഡിൽസിൽ 13.64 സെക്കൻഡിൽ ഓടിയെത്തി K. കിരൺ ആണ് കേരളത്തിനായി സ്വർണം നേടിയത്. പുരുഷ അണ്ടർ 20 110 മീറ്റർ ഹഡിൽസിലാണ് കേരളത്തിന്റെ വെള്ളി. 114.04 സെക്കൻഡിൽ ഓടിയെത്തിയ VP രഹിൽ സക്കീറാണ് വെള്ളി നേടിയത്. അണ്ടർ 16 ആൺകുട്ടികളുടെ ഹൈജമ്പിൽ 1.73 മീറ്റർ ചാടി KS കേദാർനാഥും അണ്ടർ 20 400 മീറ്ററിൽ അർജുൻ പ്രദീപുമാണ് വെങ്കലം നേടിയത്. അണ്ടർ 20 വനിതാ 400 മീറ്റർ റിലേയിലും കേരളം വെങ്കലം സ്വന്തമാക്കി. നാഗേഷ് ട്രോഫി കേരളത്തിന് വിജയത്തുടക്കം. കാഴ്ച പരിമിതരുടെ നാഗേഷ് ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് വിജയത്തുടക്കം. ആദ്യ മത്സരത്തിൽ കേരളം തമിഴ്നാടിനെ 5 റൺസിന് പരാജയപ്പെടുത്തി. ബാംഗ്ലൂരിൽ നടന്ന ലീഗ് മത്സരത്തിൽ ടോസ് ജയിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത കേരളം 20 ഓവറിൽ 10 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് എടുത്തു. അർദ്ധ സെഞ്ചുറി നേടിയ മുഹമ്മദ് ഫർഹാന്റെ മികവിലാണ് കേരളം മികച്ച സ്കോറിൽ എത്തിയത്. മറുപടി ബാറ്റിംഗിൽ തമിഴ്നാടിന് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 170 റൺസ് എടുക്കാനേ ആയുള്ളൂ. വിഷ്ണുവും സുജിത്തും കേരളത്തിനായി ഓരോ വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ മികച്ച ഫീൽഡിംഗ് പ്രകടനത്തിലൂടെ ബാക്കി വിക്കറ്റുകൾ റണ്ണൌട്ട് വഴിയാണ് കേരളം സ്വന്തമാക്കിയത്. ആദ്യ വിക്കറ്റിൽ തമിഴ്നാട് 140 റൺസിന്റെ മികച്ച കൂട്ടുകെട്ട് ഉണ്ടാക്കിയെങ്കിലും പിന്നീട് ബാറ്റിംഗ് തകർച്ച നേരിട്ടു. കേരളത്തിന്റെ മുഹമ്മദ്